So welcome all. Now we'll discuss some more topics regarding transaction processing. So transaction processing എന്താണ് ഒരു ട്രാൻസാക്ഷൻ, അതിൽ എന്താണ് കൺകറന്റ് ട്രാൻസാക്ഷൻ, പിന്നെ എന്തൊക്കെയാണ് കൺകറൻസി പ്രോബ്ലംസ് എന്നൊക്കെ നമ്മൾ കണ്ടു ലാസ്റ്റ് വീഡിയോയിൽ. മീൻസ് ഡേർട്ടി റീഡ് പ്രോബ്ലം, ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം, ഇൻകറക്റ്റ് സമ്മറി പ്രോബ്ലം. ഇനി നെക്സ്റ്റ് ഫെയിൽ ആവുന്നത്, കാരണം നമുക്ക് കൺകറന്റ് കൺട്രോൾ ആൻഡ് റിക്കവറി ആണ്. റിക്കവറി ആവശ്യമാവുന്നത് എപ്പോഴാണ്? നമ്മുടെ ട്രാൻസാക്ഷൻ എന്തെങ്കിലും ഫെയിൽ ആവുമ്പോൾ. വാട്ട് ആർ ദി റീസൺ ടു ബിക്കം ട്രാൻസാക്ഷൻ ഫെയിലിയർ? ഒന്ന് നമുക്കറിയാം കമ്പ്യൂട്ടർ ഫെയിലിയർ, സിസ്റ്റം ഫെയിലിയർ ആവുമ്പോൾ. സെക്കൻഡ് വൺ മീൻസ് ട്രാൻസാക്ഷൻ ഓർ സിസ്റ്റം എറർ. എന്തെങ്കിലും എറർ നമ്മുടെ ട്രാൻസാക്ഷനിൽ, ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ലൈക്ക് ഇൻറ്റീജർ ഓവർഫ്ലോ അല്ലെങ്കിൽ ഡിവിഷൻ ബൈ സീറോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ അതിൽ വരുന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ എറർ ആയിട്ട് വരാം. പിന്നെ വരുന്നത് ലോക്കൽ എറേഴ്സ് ഓർ എക്സെപ്ഷണൽ കണ്ടീഷൻ ഡിറ്റക്റ്റഡ് ബൈ ദി ട്രാൻസാക്ഷൻ. ഫോർ എക്സാമ്പിൾ, സപ്പോസ് നമ്മളിപ്പോൾ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യാൻ നോക്കുകയാണ്, പക്ഷെ അത്രയും എമൗണ്ട് ആ അക്കൗണ്ടിൽ ഇല്ല. സോ ഇൻസഫിഷ്യന്റ് അക്കൗണ്ട് ബാലൻസ്, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ പറയുന്നതാണ് ലോക്കൽ എറേഴ്സ് ഓർ എക്സെപ്ഷൻ കണ്ടീഷൻ ഡിറ്റക്റ്റഡ് ബൈ ദി ട്രാൻസാക്ഷൻ. നെക്സ്റ്റ് വരുന്നത് കൺകറൻസി കൺട്രോൾ എൻഫോഴ്സ്മെന്റ്. കൺകറൻസി കൺട്രോൾ മെത്തേഡ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്, അതായത് ട്രാൻസാക്ഷൻ അബോർട്ട് ചെയ്യണോ അതോ കമ്മിറ്റ് ചെയ്യണോ എന്നുള്ളതൊക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് വരാൻ ഡിസ്ക് ഫെയിലിയർ. അതായത് നമ്മൾ ഫൈനലി ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഡിസ്കിലാണ്. അപ്പൊ ഡാറ്റ ഡിസ്കിൽ നിന്ന് ലോസ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും റീഡ് റൈറ്റ് മാൽ ഫങ്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റീഡ് റൈറ്റ് ഹെഡ് ക്രാഷ് ആയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ വരുന്നതാണ് ഡിസ്ക് ഫെയിലിയർ. നെക്സ്റ്റ് വരുന്നത് ഫിസിക്കൽ പ്രോബ്ലംസ് ഓർ കാറ്റസ്ട്രോഫ്സ്. അതായത് എന്തെങ്കിലും ഫയർ, തെഫ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ വരുന്നതിനെയാണ് ഫിസിക്കൽ പ്രോബ്ലം അല്ലെങ്കിൽ കാറ്റസ്ട്രോഫ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ട്രാൻസാക്ഷൻ ഫെയിൽ ആവാനുള്ള റീസൺസ്. സോ ഈ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? റിക്കവറി ചെയ്യണം ട്രാൻസാക്ഷൻ. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് ഒരു ട്രാൻസാക്ഷന്റെ ഡിഫറെന്റ് സ്റ്റേറ്റ്സ്. നമുക്കറിയാം ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആക്റ്റീവ് സ്റ്റേറ്റ്, ദെൻ പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റ്, ഫെയിൽഡ് സ്റ്റേറ്റ്, ടെർമിനേറ്റഡ് സ്റ്റേറ്റ്. ദീസ് ആർ ദി സ്റ്റേറ്റ്സ് ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് എ ട്രാൻസാക്ഷൻ. നമ്മളതിനെ പിക്ചോറിക്കലി റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, ഹിയർ ദി ട്രാൻസാക്ഷൻ വിൽ ബിഗിൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഇൻ ആക്റ്റീവ് സ്റ്റേറ്റ്. സോ ഇൻ ആക്റ്റീവ് സ്റ്റേറ്റ് വിൽ ക്യാൻ പെർഫോം റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് ഒക്കെ ഈ ആക്റ്റീവ് സ്റ്റേറ്റിൽ പെർഫോം ചെയ്യാം. ഇനി ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി ഗിവൺ ആസ് പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ആണ് കമ്മിറ്റ് സ്റ്റേറ്റ്. സോ കമ്മിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും? ട്രാൻസാക്ഷൻ എൻഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർഷ്യലി കമ്മിറ്റഡ് ആണ്. കമ്മിറ്റ് കൊടുത്താൽ മാത്രമേ അത് കമ്മിറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുള്ളൂ. സോ കമ്മിറ്റ് ചെയ്തു, അതായത് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്, കമ്മിറ്റ് സ്റ്റേറ്റിലേക്കായി. ഇനി നമ്മൾ ട്രാൻസാക്ഷൻ ആക്റ്റീവ് ആയിരിക്കുന്ന സ്റ്റേറ്റിൽ തന്നെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ട് അത് അബോർട്ട് ആവാം. അബോർട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പോകുന്നത് ഫെയിൽഡ് സ്റ്റേറ്റിലേക്കാണ്. അതുപോലെ തന്നെ പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റിൽ നിന്നും നമുക്ക് അബോർട്ട് ആയി കഴിഞ്ഞാൽ ഫെയിൽഡ് സ്റ്റേറ്റിലേക്ക് വരാം. ഇനി ഫെയിൽഡ് സ്റ്റേറ്റിലേക്ക് വന്നു, നേരെ ഫെയിൽഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നത് ടെർമിനേറ്റഡിലേക്കാണ്. അതുപോലെ തന്നെ കമ്മിറ്റഡ് സ്റ്റേറ്റിൽ നിന്നും നേരെ പോകുന്നത് ടെർമിനേറ്റഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്കാണ്. ഇത്രയുമാണ് നമ്മുടെ ഒരു ട്രാൻസാക്ഷന്റെ ഡിഫറെന്റ് സ്റ്റേറ്റ്സ്, അതായത് ആക്റ്റീവ്, പാർഷ്യലി കമ്മിറ്റഡ്, ഫെയിൽഡ് ആൻഡ് ടെർമിനേറ്റഡ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഡിഫറെന്റ് ഓപ്പറേഷൻ, അതായത് എന്തൊക്കെ ഓപ്പറേഷൻ ആണ് ട്രാൻസാക്ഷന്റെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് മെയിൻ ആയിട്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ മെയിൻ നോക്കുന്നത് റിക്കവറി മാനേജർ ആണ്. കാരണം ഒരു ട്രാൻസാക്ഷൻ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ റിക്കവറി മാനേജർ ആണ് അത് ഫുൾ റിക്കവർ ചെയ്ത് അതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് എത്തിക്കേണ്ടത്. അപ്പൊ അതിൽ വരുന്ന മെയിൻ ഓപ്പറേഷൻസ് എന്തൊക്കെയാണെങ്കിൽ, ബിഗിൻ ട്രാൻസാക്ഷൻ, ദാറ്റ് മീൻസ് ഒരു ട്രാൻസാക്ഷന്റെ. ദെൻ നമുക്ക് വരുന്ന മെയിൻ ഓപ്പറേഷൻസ് ആണ് റീഡ് റൈറ്റ് ഓപ്പറേഷൻ. സോ റീഡ് റൈറ്റ് ഓപ്പറേഷൻ നമുക്കറിയാം, നമുക്ക് ഡാറ്റ റീഡ് ചെയ്യാനായിട്ട്, ഡാറ്റ ഐറ്റം റീഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഡാറ്റ ഐറ്റം റൈറ്റ് ചെയ്യാനാണ് റീഡ് റൈറ്റ് ഓപ്പറേഷൻസ്. ഇനി ഈ ഓപ്പറേഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വി ക്യാൻ ഹാവ് ദി എൻഡ് ഓഫ് ദി ട്രാൻസാക്ഷൻ. എൻഡ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് എല്ലാം സക്സസ് എൻഡ് ആയി, മീൻസ് ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ള റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് എൻഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ചേഞ്ചസ് ഒക്കെ ട്രാൻസാക്ഷൻ പെർമനന്റ്ലി അപ്ലൈ ടു ദി ഡാറ്റാബേസ് ആണോ, അതോ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഇവിടെ അബോർട്ട് ആയിട്ടുണ്ടോ, കമ്മിറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഈ പോയിന്റിൽ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് വരുന്ന രണ്ട് ഓപ്പറേഷൻ ആണ് കമ്മിറ്റ് ആൻഡ് അബോർട്ട് അല്ലെങ്കിൽ റോൾ ബാക്ക്. കമ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മളുടെ ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി, അതായത് ട്രാൻസാക്ഷന്റെ എൻഡിൽ എല്ലാ ചേഞ്ചസും, നമ്മൾ നടത്തിയ എല്ലാ ചേഞ്ചസും സേഫ്ലി കമ്മിറ്റ് ടു ദി ഡാറ്റാബേസിലേക്ക് റൈറ്റ് ചെയ്യാം.
പിന്നെ നമുക്ക് അതിന് തിരിച്ച് അതിന്റെ പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റില്ല. ട്രാൻസാക്ഷൻ ഒക്കെ സക്സസ്ഫുൾ ആയി ആ അപ്ഡേഷൻസ് ഒക്കെ സേഫ്ലി സബ്കമ്മിറ്റഡ് ടു ദി ഡാറ്റാബേസ്. അത് പിന്നെ തിരിച്ചു പോകാനായിട്ട് പറ്റില്ല. ദാറ്റ് വിൽ നോട്ട് ബി അൺഡൺ. ആൻഡ് അനദർ വൺ ആണ് അബോർട്ട് അല്ലെങ്കിൽ റോൾ ബാക്ക്. അതായത് നമ്മളുടെ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് ട്രാൻസാക്ഷൻ ഫെയിൽ ആയി, അതായത് ട്രാൻസാക്ഷൻ അൺസക്സസ്ഫുൾ ആയി. അപ്പൊ എന്ത് ചെയ്യണം? ഈ ചേഞ്ചസ് ഒന്നും എഫക്ട് ചെയ്യാതെ നമ്മൾ ട്രാൻസാക്ഷൻ എവിടെയാണോ തുടങ്ങിയത് അവിടേക്ക് തിരിച്ചു പോകണം. അതായത് നമ്മൾ റീഡ് ചെയ്തു, ദെൻ അതിനെ അപ്ഡേറ്റ് ചെയ്തു, x-100 ദെൻ റൈറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ അബോർട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ റീഡ് ചെയ്തത് എവിടെയാണോ അവിടേക്ക് റോൾ ബാക്ക് ചെയ്യണം, തിരിച്ചു പോകണം. അൺസക്സസ്ഫുൾ ട്രാൻസാക്ഷൻ ആയി കഴിഞ്ഞാൽ അവിടെ വരുന്നതാണ് അബോർട്ട്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഒരു ട്രാൻസാക്ഷനിൽ വരുന്നതാണ് ബിഗിൻ ട്രാൻസാക്ഷൻ, ദെൻ വി ക്യാൻ ഹാവ് റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ, ആൻഡ് വി ക്യാൻ ഹാവ് എൻഡ് ഓഫ് ദി ട്രാൻസാക്ഷൻ. ദെൻ നമുക്ക് എന്ത് പറയാം? നമുക്ക് അതിൽ വരുന്ന അടുത്ത ഓപ്പറേഷൻ ആണ് കമ്മിറ്റ്, ദെൻ റോൾ ബാക്ക് അല്ലെങ്കിൽ അബോർട്ട്. ഇത്രയുമാണ് ഒരു ട്രാൻസാക്ഷനിൽ മെയിൻ ആയിട്ട് വരുന്ന ഓപ്പറേഷൻസ്. ഇത്രയും ഓപ്പറേഷന് റിക്കവറി മാനേജർ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി then we have two more like undo and redo. That means നമുക്ക് ഒരു സിംഗിൾ ഓപ്പറേഷനെ undo ചെയ്യാനായിട്ട് undo ഓപ്പറേഷൻ ഉണ്ട്. redo എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ that must be redone to ensure that all operations of the committed transaction have been applied successfully to the database. അപ്പോൾ മെയിൻ ആയിട്ട് വരുന്നത് ആ 5 ഓപ്പറേഷൻസ് ആണ്. then we have undo and redo also. ഇനി നെക്സ്റ്റ് ഒരു കൺസെപ്റ്റ് പറയുന്നത് സിസ്റ്റം ലോഗ്. അതായത് നമ്മൾ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഫെയിലിയർ വന്നിട്ടുണ്ടെങ്കിൽ റിക്കവറി മാനേജർ ഷുഡ് കീപ് ട്രാക്ക് ഓഫ് ഓൾ ദീസ് ഇൻഫോർമേഷൻ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലോഗാണ് ലോഗ് അല്ലെങ്കിൽ സിസ്റ്റം ലോഗ് ഓർ ജേർണൽ. ഇറ്റ് കീപ്സ് ദി ട്രാക്ക് ഓഫ് ഓൾ ട്രാൻസാക്ഷൻ ഓപ്പറേഷൻ ദാറ്റ് എഫക്ട് ദി വാല്യൂ ഓഫ് ഡാറ്റാബേസ് ഐറ്റം. ഒരു ഡാറ്റാബേസ് ഐറ്റത്തിന്റെ വാല്യൂവിനെ എഫക്ട് ചെയ്യുന്ന എല്ലാ ഓപ്പറേഷനെയും നമ്മൾ എന്ത് ചെയ്യും? ട്രാക്ക് ചെയ്യും. അതിന് യൂസ് ചെയ്യുന്നതാണ് സിസ്റ്റം ലോഗ്. This may be needed permit the recovery from the transaction failure. ഈ ലോഗ് ഡിസ്കിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് ഡിസ്കിന്റെ ഫെയിലിയർ ഒഴിച്ച് ബാക്കി എല്ലാ പ്രോബ്ലംസിനും അത് എഫക്ട് ചെയ്യില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഒരു സിസ്റ്റം ലോഗ് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്, സേവ് ചെയ്യുക എന്നുള്ളത്. അത് നമ്മളിവിടെ നോർമലി ടി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ട്രാൻസാക്ഷന്റെ ഐഡിയെയാണ് ടി എന്ന് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോഗ് റെക്കോർഡ്സ് പ്രസന്റ് ആയിരിക്കും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ട്രാൻസാക്ഷനും ടിയും. ദറ്റ് മീൻസ് അതെന്താ റെക്കോർഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ ടി ഹാസ് സ്റ്റാർട്ടഡ്, എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതാണ് സ്റ്റാർട്ട് ട്രാൻസാക്ഷൻ ടി. ഈ നെക്സ്റ്റ് ഒരെണ്ണം റൈറ്റ് ഐറ്റം ടി എക്സ് ഓൾഡ് വാല്യൂ ന്യൂ വാല്യൂ. ഇതെന്താ റെക്കോർഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the transaction T has changed the value of the database item X. X എന്നുള്ള database ഐറ്റത്തിന്റെ വാല്യൂ ചേഞ്ച് ചെയ്തു. That is from old value to the new value. That is second one. Third one, read item TX. That means this records the transaction T has read the value of the database item. X എന്നുള്ള database ഐറ്റത്തിന്റെ വാല്യൂ read ചെയ്തു. Then we have commit. Transaction completed successfully and commit. And abort, that records the transaction T has been aborted. ഇത്രയുമാണ് സിസ്റ്റം ലോഗിൽ പ്രസന്റ് ആയിരിക്കുന്നത്. Then next നമുക്ക് നോക്കുന്നത് ഒരു important properties, that means important point ആണ് ACID properties. That is very important in database management system. ACID properties, the desirable properties of transaction. നമ്മളൊരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ പ്രോപ്പർട്ടി ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? That is called ACID property. Here ACID എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ atomicity, consistency, isolation and durability. This is ACID. So very very important property, ACID properties. So first one, atomicity എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ട്രാൻസാക്ഷൻ യു നോ ദാറ്റ് ഇറ്റ് ഇസ് എ യൂണിറ്റ്, അറ്റോമിക് യൂണിറ്റ് ഓഫ് പ്രോസസ്സിംഗ്. ഒരു ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി നോ ദാറ്റ് ദർ ആർ ഡിഫറെന്റ് ഓപ്പറേഷൻ ലൈക്ക് റീഡ്, റൈറ്റ്, ഡിഫറെന്റ് ഓപ്പറേഷൻ വിൽ ബി ദർ. അപ്പം ഒരു അറ്റോമിസിറ്റി പ്രോപ്പർട്ടി പറയുന്നത് ഒരു ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് ചെയ്യരുത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എയ്തർ പെർഫോംഡ്, ഇറ്റ് ഈസ് എൻറ്റയർലി ഓർ നോട്ട് പെർഫോംഡ് അറ്റ് ഓൾ. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് എന്ന് ഒരു എമൗണ്ട് 100 ട്രാൻസ്ഫർ ചെയ്തു, ബിയിലേക്ക് അത് ആഡ് ചെയ്യണം. ഇവിടുന്ന് അത് ഡിഡക്റ്റ് ആയി, ഇവിടേക്ക് അത് ക്രെഡിറ്റ് ആയില്ലെങ്കിൽ ശരിയാവില്ല, റൈറ്റ്? സോ ഇതെല്ലാം കൂടി ചേർന്നതാണ് ഒരു ഒറ്റ ട്രാൻസാക്ഷൻ. അപ്പൊ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി അണ്ടർ. അതാണ് പറയുന്നത് അറ്റോമിസിറ്റി. ആൻഡ് അറ്റോമിസിറ്റി എൻഷുർ ചെയ്യുന്നത് ട്രാൻസാക്ഷൻ മാനേജർ ആണ്. ഈ അറ്റോമിസിറ്റി നമ്മളുടെ ഒരു ട്രാൻസാക്ഷനിൽ പ്രസന്റ് ആണോ എന്ന് എൻഷുർ ചെയ്യുന്ന ആളാണ് ട്രാൻസാക്ഷൻ മാനേജർ.
നെക്സ്റ്റ് പ്രോപ്പർട്ടി ആണ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി മീൻസ് നമ്മളുടെ ഡാറ്റ കൺസിസ്റ്റന്റ് ആയിരിക്കണം എപ്പോഴും. അത് നോക്കുന്നതാണ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ദാറ്റ് മീൻസ് ദി കറക്റ്റ് എക്സിക്യൂഷൻ ഓഫ് ദി ട്രാൻസാക്ഷൻ മസ്റ്റ് ടേക്ക് ദി ഡാറ്റാബേസ് ഫ്രം വൺ കൺസിസ്റ്റന്റ് സ്റ്റേറ്റ് ടു അനദർ. അത് നമ്മൾ എൻഷുർ ചെയ്യുന്നത് അപ്ലിക്കേഷൻ പ്രോഗ്രാമർ ഓർ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രോഗ്രാമർ ആണ്, അപ്ലിക്കേഷൻ മാനേജർ ഓർ പ്രോഗ്രാമർ ആണ് കൺസിസ്റ്റൻസി എൻഷുർ ചെയ്യുന്നത്. തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഐസൊലേഷൻ. അതായത് നമുക്കറിയാം മോർ ദാൻ വൺ ട്രാൻസാക്ഷൻസ് കൺകറന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാണ്. സോ നമ്മൾ ഈ ട്രാൻസാക്ഷൻ എപ്പോഴും ഇതിൽ നിന്ന് ഇതിനെ മിങ്കിൾ ആവരുത്. അതായത് ഇത് എപ്പോഴും ഐസൊലേറ്റ് ആയിട്ട് വേണം ചെയ്യാനായിട്ട്. രണ്ട് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ T1 should done in an isolated manner. That means it should not make its update visible to other transaction until it is committed. This property when enforced strictly solves the temporary update problem. നമ്മൾ temporary update problem കണ്ടുവരുന്നു, അതിനെ സോൾവ് ചെയ്യും and makes cascading rollback or transaction unnecessary. So isolation ensure ചെയ്യുന്നത് concurrency manager ആണ്. And third one is durability. ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ട്രാൻസാക്ഷൻ ഡാറ്റാബേസിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തി അത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പ്രോബ്ലം വന്നാലും, അതായത് എന്ത് ഫെയിലിയർ വന്നാലും എന്ത് ചെയ്യാൻ പാടില്ല, ആ ചേഞ്ച് അവിടെ എഫക്റ്റ് ആവാൻ പാടില്ല. ഇത് ഡ്യൂറബിലിറ്റി എൻഷുർ ചെയ്യുന്നത് റിക്കവറി മാനേജർ ആണ്. Okay, so these are the desirable properties of transaction: atomicity, consistency, isolation and durability. Okay, thank you all.